BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. നഷ്ടപരിഹാരത്തിനായി കർഷകർ കയറിയിറങ്ങിയത് 5 വർഷം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ പരസ്യമായി ശാസിച്ച് മന്ത്രി പി പ്രസാദ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പൊതുവേദിയിൽ ശാസിച്ച് കൃഷിമന്ത്രി പി പ്രസാദ്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകർക്ക് നഷ്ടപരിഹാര തുക നൽകുന്നത് വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കാണ് ശാസന. നഷ്ടപരിഹാര തുകയ്ക്ക് വേണ്ടി 5 വർഷമാണ് കർഷകർ സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയത്. 2020 കാട്ടുപന്നിയുടെ ആക്രമണത്തിനിരയായ 2 കർഷകർക്ക് 5 വർഷമായിട്ടും അർഹതപ്പെട്ട നഷ്ടപരിഹാര തുക കിട്ടിയില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഓഫീസുകൾ കയറ്റി ഇറക്കുന്നെന്ന പരാതിയാണ് ഇന്നലെ ആലപ്പുഴ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ കൃഷിമന്ത്രിക്ക് മുൻപിൽ എത്തിയത്. രേഖകൾ പരിശോധിച്ച മന്ത്രി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ശാസിച്ചു. കൂടാതെ പാലമേലിൽ നടന്ന പൊതുപരിപാടിയിൽ സദസ്സിലിരുത്തി പരസ്യമായി മന്ത്രി ഉദ്യോഗസ്ഥരെ ശാസിച്ചു. കാട്ടുപന്നി ആക്രമണത്തിൽ പരിക്കേറ്റതായി ചികിത്സിച്ച ഡോക്ടറുടെ സാക്ഷ്യപ്പെടുത്തൽ വേണം. ഇത് നൽകുവാൻ ഡോക്ടർ വിസമ്മതിച്ചതാണ് വൈകുവാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ന്യായീകരണം തൃപ്തികരം അല്ലെന്ന് മന്ത്രി പറഞ്ഞു. നഷ്ടപരിഹാര തുക വൈകിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി എടുക്കണമെന്ന് പി പ്രസാദ് വനം മന്ത്രി AK ശശീന്ദ്രനോട് ആവശ്യപ്പെട്ടു. തടസ്സങ്ങൾ നീക്കി നഷ്ടപരിഹാര തുക ഉടൻ കർഷകരിലെത്തുമെന്നും പി പ്രസാദ് ഉറപ്പു നൽകി. സൌദിയിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം. പള്ളികളുടെയും സ്കൂളുകളുടെയും 500 മീറ്റർ ചുറ്റളവിൽ സിഗരറ്റ് വിൽപ്പന വിലക്കി. സൌദിയിൽ പുകയില ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തി. ആരാധനാലയങ്ങളുടെയും സ്കൂളുകളുടെയും 500 മീറ്റർ ചുറ്റളവിൽ ഇനി പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന അനുവദിക്കില്ല. ഷീഷ കടകൾക്കും കടകളിലെ സിഗരറ്റ് വിൽപ്പനയ്ക്കും നിയമം ബാധകമാണ്. പുകയില ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന പുതിയ നിയമത്തിന് സൌദി മുനിസിപ്പാലിറ്റി ആൻഡ് ഹൌസിംഗ് മന്ത്രാലയമാണ് അംഗീകാരം നൽകിയത്. ഇതുപ്രകാരം പള്ളികളുടെയും സ്കൂളുകളുടെയും 500 മീറ്റർ ചുറ്റളവിൽ പുകയില കടകൾ പ്രവർത്തിക്കുവാൻ പാടില്ല. സിഗരറ്റുകൾ, ഷീഷ, സിഗരറ്റുകൾ തുടങ്ങിയവയുടെയോ അനുബന്ധ ഉപകരണങ്ങളുടെയോ വിൽപ്പന പാടില്ല. വാണിജ്യ രജിസ്ട്രേഷൻ, സിവിൽ ഡിഫൻസ് അംഗീകാരം, ബലദിയ ലൈസൻസ് തുടങ്ങിയവ അനുവദിക്കുന്നത് ഈ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമായിരിക്കും. 18 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ പാടില്ലെന്നും വാങ്ങുന്നവരോട് പ്രായം തെളിയിക്കുന്ന രേഖകൾ ചോദിക്കുവാൻ വിൽപ്പനക്കാർക്ക് അവകാശമുണ്ടെന്നും നിയമം പറയുന്നു. സിഗരറ്റുകൾ സീൽ ചെയ്ത പാക്കേജുകളിലായാണ് വിൽക്കേണ്ടത്. പാക്കറ്റ് തുറന്ന് യൂണിറ്റ് വിൽപ്പന പാടില്ല. വെൻഡിംഗ് മെഷീനുകളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുവാനോ പ്രദർശിപ്പിക്കുവാനോ പാടില്ല. പ്രമോഷന്റെ ഭാഗമായി പുകയില ഉൽപ്പന്നങ്ങൾ സമ്മാനമായി നൽകുന്നതും വില കുറയ്ക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. പൊതുജനാരോഗ്യവും സുരക്ഷിതമായ വാണിജ്യ അന്തരീക്ഷവും ഉറപ്പുവരുത്തുകയാണ് പുതിയ നിയന്ത്രണത്തിന്റെ ലക്ഷ്യം. ഇഷ ശർമ്മ എന്ന പാക് വനിത ഹണി ട്രാപ്പിൽ കുടുക്കി. സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറി. രാജസ്ഥാനിൽ ഒരാൾ അറസ്റ്റിൽ. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം. രാജസ്ഥാനിലെ അൽവാറിൽ ഒരാൾ അറസ്റ്റിൽ. മങ്കദ് സിംഗ് എന്ന വ്യക്തിയെയാണ് രാജസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം അറസ്റ്റ് ചെയ്തത്. സൈന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി സൂചന. ഹണി ട്രാപ്പിലൂടെയാണ് മങ്കദിനെ പാകിസ്ഥാൻ ചാരവൃത്തിയിൽ എത്തിച്ചതെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇഷ ശർമ്മ എന്ന പേരിലുള്ള പാകിസ്ഥാൻ വനിതാ ഹാൻഡിലാണ് ഇയാളെ ഹണി ട്രാപ്പിൽ കുടുക്കിയതെന്നും ചാരവൃത്തിക്കായി കൂടുതൽ പണം വാഗ്ദാനം ചെയ്തതായും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. അൽവാർ കന്റോൺമെന്റ് പ്രദേശത്തിന് സമീപം സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടത്തിയതിന് മങ്കദ് സിംഗ് നിരീക്ഷണത്തിലായിരുന്നുവെന്നും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു. കഴിഞ്ഞ 2 വർഷമായി പാകിസ്ഥാൻ ഹാൻഡിലുകളുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതെന്നാണ് ഇന്റലിജൻസ് പറയുന്നത്. സൈന്യവുമായി ബന്ധപ്പെട്ട നിരവധി നിർണായക വിവരങ്ങൾ പാകിസ്ഥാന് ഇയാൾ കൈമാറിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അൽവാർ ആർമി കന്റോൺമെന്റ് മറ്റ് തന്ത്രപ്രധാനമായ മേഖലയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇയാൾ കൈമാറിയതെന്നും രാജസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗം പറയുന്നു. ഇന്ത്യൻ സൈനിക നീക്കങ്ങളെയും സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിട്ടതിന് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറിനുള്ളിൽ പുറത്തുവിടുമെന്നും അധികൃതർ അറിയിച്ചു. ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല. ഒരു സംഘർഷമാകുമ്പോൾ സ്വാഭാവികമായും ലാത്തി ഉയരുകയും താഴുകയും ചെയ്യും. പേരാമ്പ്രയിലേത് ഷാഫി ഷോയെന്ന് SK സജേഷ്. പേരാമ്പ്രയിലേത് ഷാഫി ഷോയെന്ന് ഡിവൈഎഫ്ഐ നേതാവ് SK സജേഷ്. കലാപമുണ്ടാക്കുവാൻ ഷാഫി മനഃപൂർവ്വം ശ്രമിച്ചു. 1.5 മണിക്കൂർ താമസിച്ച് പ്രകടനത്തിലേക്ക് പ്രശ്നമുണ്ടാക്കാനായാണ് വന്നത്. ഷാഫിയുടെ പരിക്ക് കാണുമ്പോൾ മോഹൻലാലും കുതിരവട്ടം പപ്പുവും തമ്മിലുള്ള സിനിമാ സീനാണ് ഓർമ്മ വരുന്നത്. പോലീസുകാരിൽ നിന്നും പ്രവർത്തകർ ഗ്രനേഡ് പിടിച്ചുവാങ്ങി. ലാത്തി ചാർജ് ഉണ്ടായിട്ടില്ല. ഒരു സംഘർഷമാകുമ്പോൾ സ്വാഭാവികമായും ലാത്തി ഉയരുകയും താഴുകയും ചെയ്യുമെന്നും SK സജേഷ് പറഞ്ഞു. അതേസമയം കേരളത്തിലെ പോലീസ് ഒരു MPയെ തിരഞ്ഞു പിടിച്ചു മർദ്ദിക്കുമെന്ന് ആരും കരുതുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ്. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ഷാഫി പറമ്പലിനെ മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണം. ഇന്നലെ പേരാമ്പ്രയിൽ പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ വേണ്ടി ലാത്തി ചാർജ് നടത്തിയിട്ടില്ല. സംഘടിതമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംഘം എത്തുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഷാഫി പറമ്പിലും ഇക്കൂട്ടത്തിൽ ചേർന്നു. അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുവാൻ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ ആവശ്യമായ നിലപാട് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാതെ ഈ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞ് പോലീസിന് മാറി നിൽക്കുവാൻ കഴിയുമോ? ഷാഫി പറമ്പിലിനെ തിരഞ്ഞുപിടിച്ച് മർദ്ദിച്ചു എന്നൊക്കെയാണ് ചില ആളുകൾ അവതരിപ്പിക്കുന്നത്. പോലീസ് ഷാഫി പറമ്പിലിനെ ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ്, അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ പോലീസ് ഒരു എംപിയെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുമെന്ന് ആരും കരുതുന്നില്ല. എല്ലാം ഷാഫി ഷോ. വി.കെ. സനോജ്. കേരളത്തിലെ പോലീസ് ഒരു എംപിയെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുമെന്ന് ആരും കരുതുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ്. ഇതെല്ലാം ഷാഫിയുടെ ഷോയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് പ്രതികരണം. ഇന്നലെ പേരാമ്പ്രയിൽ പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ വേണ്ടി ലാത്തിചാർജ് നടത്തിയിട്ടില്ല. സംഘടിതമായി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് സംഘം എത്തുകയായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഷാഫി പറമ്പിലും ഇക്കൂട്ടത്തിൽ ചേർന്നു. അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങൾ എത്താതിരിക്കുവാൻ ആൾക്കൂട്ടത്തെ പിരിച്ചുവിടാൻ ആവശ്യമായ നിലപാട് അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. ഇത്തരമൊരു നിലപാട് സ്വീകരിക്കാതെ ഈ രണ്ട് സംഘങ്ങൾ ഏറ്റുമുട്ടട്ടെ എന്ന് പറഞ്ഞ് പോലീസിന് മാറി നിൽക്കുവാൻ കഴിയുമോ? ഷാഫി പറമ്പിലിനെ തിരഞ്ഞുപിടിച്ചു മർദ്ദിച്ചു എന്നൊക്കെയാണ് ചില ആളുകൾ അവതരിപ്പിക്കുന്നത്. പോലീസ് ഷാഫി പറമ്പിലിനെ ഇങ്ങനെ തിരഞ്ഞുപിടിച്ച് മർദ്ദിക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ? ഇതെല്ലാം ഷാഫിയുടെ ഷോയാണ്, അദ്ദേഹം പറഞ്ഞു. ചൈനയ്ക്കെതിരെ ട്രംപിന്റെ 130% താരിഫ് നീക്കം. പണി കേരളത്തിലെ സ്വർണ്ണപ്രേമികൾക്കും കിട്ടി. വീണ്ടും റെക്കോർഡ്. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് 91,040 രൂപ എന്ന പഴയ റെക്കോർഡും തിരുത്തി സ്വർണം ഇന്ന് വീണ്ടും പുതിയ ഉയരം കുറിച്ചു. പവന് 91,120 രൂപയാണ് ഇന്നത്തെ വില. ഇന്ന് പവന് 400 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഗ്രാമിന് 50 രൂപയും വർദ്ധിച്ചു. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് സംസ്ഥാനത്ത് 11,390 രൂപ നൽകേണ്ടി വരും. ചൈനയ്ക്ക് മുൻപ് ചുമത്തിയ 30% തീരുവയ്ക്ക് പുറമെ അധികമായി ട്രംപ് 100% തീരുവ കൂടി ചുമത്തിയതോടെ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉൾപ്പെടെ ഇടിവുണ്ടായ സാഹചര്യത്തിലാകാം സ്വർണ്ണവില കൂടിയതെന്നും വിലയിരുത്തലുകൾ വരുന്നുണ്ട്. ഇന്നലെ സ്വർണ്ണവില രാവിലെ പവന് 90,000 താഴുന്ന നിലയിലുണ്ടായെങ്കിലും ഉച്ചയോടെ വീണ്ടും സ്വർണം 90,000 കടക്കുകയായിരുന്നു. ഷാഫിയെ വേട്ടയാടുവാൻ അനുവദിക്കില്ല. ശക്തമായി പ്രതിഷേധിക്കും. രൂക്ഷമായി പ്രതികരിച്ച് പ്രതിപക്ഷം. കോഴിക്കോട് പേരാമ്പ്രയിൽ സംഘർഷത്തിനിടെ ഷാഫി പറമ്പിൽ എംപിക്ക് മർദ്ദനമേറ്റതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി പ്രതിപക്ഷം. പോലീസ് നടപടിയിൽ നേതാക്കൾ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. ഷാഫി പറമ്പിൽ എംപിയെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ഷാഫി പറമ്പിലിനെ നിരന്തരമായി വേട്ടയാടുവാൻ അനുവദിക്കില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ഷാഫി പറമ്പിലിനെ നിരന്തരമായി വേട്ടയാടുന്നു, ഇതിന് അനുവദിക്കില്ല. എംപിയെ കണ്ടാൽ പോലീസിന് അറിയില്ലേ? മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. 2 ജാഥകൾ ഒരേ റൂട്ടിൽ വിട്ടത് പോലീസ്. അതിൽ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രം എങ്ങനെ പരിക്കേൽക്കും? രമേശ് ചെന്നിത്തല ചോദിച്ചു. കേരളത്തിൽ നടക്കുന്ന കൊള്ള മറച്ചുവെക്കുവാനുള്ള ശ്രമമാണ് ഷാഫിക്കെതിരായ അക്രമമെന്ന് കെ.സി. വേണുഗോപാൽ പറഞ്ഞു. ഭീകരമായ അക്രമമാണ് ഷാഫിക്കെതിരെ ഉണ്ടായത്. കാട്ടുനീതിയാണ് നടപ്പാക്കുന്നത്. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാം കണക്കെഴുതി വച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞു. പേരാമ്പ്രയിലെ സംഘർഷത്തിൽ കോൺഗ്രസിന്റെ തുടർ സമരങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാവ് കെ. മുരളീധരൻ പറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യണമെന്നും കെ. മുരളീധരൻ ആവശ്യപ്പെട്ടു. ഷാഫിക്കെതിരായ ആക്രമണം ആസൂത്രിതമെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. അക്രമം നിസ്സാരമായി കാണുവാൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഷാഫിയുടെ പോപ്പുലാരിറ്റി അവരെ ഭയപ്പെടുത്തുന്നുവെന്നും പോലീസ് തിരഞ്ഞുപിടിച്ചാണ് ആക്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.